എന്താണ് ഒരു ക്രോണോഗ്രാഫ്? വാച്ചിൻ്റെ ഡയലിൽ ഒരുപാട് സബ് ഡയലുകൾ ഉള്ളതിനെയാണ് ക്രോണോഗ്രാഫ് എന്ന് പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം ഉണ്ടായിട്ടുള്ളത് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. അത് ടൈം, റെക്കോർഡിംഗ് ടൈം, അങ്ങനത്തെ പല ഒരു മീനിങ്ങോട് ചേർന്ന് ഉണ്ടാക്കിയ ഒരു ടേമാണ്. അതായത് ബേസിക്കലി ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് വാച്ച് ആണ്. ബിക്കോസ് ഒരു സ്റ്റോപ്പ് വാച്ച് ആണല്ലോ ടൈമിനെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷനുള്ള വാച്ചുകളെ ക്രോണോഗ്രാഫ് എന്ന് പറയാൻ തുടങ്ങി. 1816 ആദ്യമായിട്ട് ഒരു ക്രോണോഗ്രാഫ് ഉണ്ടാക്കിയത്. ലൂയിസ് മണ്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ചുകാരനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 1821 ലൂയി 18 ഒരു ക്രോണോഗ്രാഫ് ഉണ്ടാക്കി കൊടുത്തത്. കുതിരയോട്ട മത്സരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയ ഒരു പേഴ്സണാണ്. ആൾക്ക് ഏത് കുതിര ഫസ്റ്റ് എത്തി എന്ന് അറിഞ്ഞാൽ പോരാ, ഫസ്റ്റ് പറഞ്ഞ കുതിര എത്ര സമയം എടുത്തിട്ടാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നും കൂടി അറിയണം. അതായത് എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ്, ഇതൊക്കെ. ലോകത്ത് ആദ്യമായിട്ട് കൈമ കിട്ടുന്ന ഒരു ക്രോണോഗ്രാഫ് ഉണ്ടാക്കിയത് ലോഞ്ചിനായിരുന്നു. ഈ 2 ബട്ടണുകൾ സംഭാവന ചെയ്തത് ഒരു പ്രഗത്ഭ കമ്പനിയാണ്.